വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 13-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സോടുകൂടി വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തോട് നമ്മൾ വിട പറയും. നാളെ മുതൽ വെളിപ്പാട് 9-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കും. വെളിപ്പാട് 8:13 ഞാൻ വായിക്കുന്നു. അനന്തരം ഒരു കഴുകൻ ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം 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 എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. 4 ദൂതന്മാർ കാഹളം ഊതിക്കഴിഞ്ഞ ശേഷം ഒരു ഇടവേള കാണുന്നു. ഇവിടെയാണ് കഴുകൻ ആകാശമധ്യേ പ്രത്യക്ഷപ്പെടുന്നത്. ആകാശം എന്ന് പറഞ്ഞാൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഏറ്റവും ഉയർന്ന സ്ഥലം എന്നർത്ഥം. ഇവിടെ കഴുകൻ ചിറകടിച്ച് പറന്ന് വരുവാനുള്ള ഘോരമായ സംഭവങ്ങളെക്കുറിച്ച് അഥവാ ന്യായവിധിയുടെ കഷ്ടതയെപ്പറ്റി ലോകത്തിന് മുന്നറിയിപ്പ് നൽകുന്നു. സർവ്വലൗകിക സന്ദേശം, അതായത് ദൈവത്തിൻ്റെ സന്ദേശം അടിയന്തരമായി എങ്ങും വേഗത്തിൽ അയക്കുവാൻ കഴുകന് സാധിക്കും. പണ്ട് ബിലിയാമിനോട് കഴുത സംസാരിച്ചതുപോലെ സംഖ്യ 22:28, സങ്കീർത്തനം 119:91. ദൈവം തൻ്റെ ദൂത് ലോകത്തോട് നൽകുവാൻ താൻ സൃഷ്ടിച്ച പർവ്വജാതിയെ തന്നെ ഉപയോഗിക്കുന്നു. പ്രകൃതി ശക്തികളെയും ദൈവം തൻ്റെ മനുഷ്യനോട് സംസാരിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കഷ്ടം 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 എന്ന് 3 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് ഇനി വരുവാനുള്ള 3 സംഭവത്തിൻ്റെ കാഠിന്യത്തെയും ഉറപ്പിനെയും കാണിപ്പാനാണ്. ഇതിൽ 1-ാമത്തെ കഷ്ടം വെളിപ്പാട് പുസ്തകം 9:2, 2-ാമത്തെ കഷ്ടം വെളിപ്പാട് പുസ്തകം 11:14 നിറവേറി. 3-ാമത്തെ കഷ്ടം വെളിപ്പാട് 12:12 പറയുന്ന സാത്താൻ്റെ പതനം ആയിരിക്കാം. മലയാള പരിഭാഷയിൽ ഈ വാക്യത്തിൻ്റെ ആരംഭത്തിൽ കഴുകൻ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിലും മറ്റിരുതര പരിഭാഷയിലും ദൂതൻ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ദൂതൻ എന്ന വാക്കായിരിക്കും ശരി, കഴുകൻ എന്നുള്ളത് തെറ്റാണ് എന്ന് ഭൂരിപക്ഷം വേദപഠിതാക്കളും അഭിപ്രായപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 13-ാമത്തെ വാക്യത്തെ സംബന്ധിച്ച് മറ്റൊരു രീതിയിലുള്ള വ്യാഖ്യാനങ്ങളെ നൽകുന്നു. 7 കാഹളങ്ങളിൽ ആദ്യ 4 കാഹളങ്ങൾ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 7 തൊട്ട് 12 വരെ പ്രകൃതിയെയും സൃഷ്ടിയെയും ബാധിക്കുന്ന ന്യായവിധികളെ വിവരിക്കുന്നു. എന്നാൽ 8:13 ഒരു കഴുകൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ചില കൈയെഴുത്ത് പ്രതികളിൽ ദൂതൻ എന്നാണ്. ആകാശമധ്യേ പറന്നു അയ്യോ 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 എന്ന് പ്രഖ്യാപിക്കുന്നു. കഴുകൻ എന്തിനെ സൂചിപ്പിക്കുന്നു? കഴുകൻ ഉയരത്തിൽ പറന്ന ദൂരെ കാണുന്ന പക്ഷിയെയാണ്. ബൈബിളിൽ അത് പലപ്പോഴും ന്യായവിധിയുടെയും മുന്നറിയിപ്പിൻ്റെയും പ്രതീകമായി ഉപയോഗിച്ചിട്ടുണ്ട്. ആവർത്തനം 28:49, ഹോശയ 8:1. ഇവിടെ കഴുകൻ ദൈവത്തിൻ്റെ സന്ദേശവാഹനായി പ്രവർത്തിച്ച് ഭൂമിയിലെ ജനങ്ങൾക്ക് വരുവാനിരിക്കുന്ന വലിയ ന്യായവിധികളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നു. അയ്യോ എന്നതിൻ്റെ അർത്ഥം, അയ്യോ എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണ്? 3 പ്രാവശ്യം അയ്യോ എന്ന് പറയുന്നത് വരുവാനിരിക്കുന്ന ശിക്ഷയുടെ ഗൗരവം തീവ്രതയും സൂചിപ്പിക്കുന്നതായിരിക്കാം. ഇത് അടുത്ത 3 കാഹളങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 5-ാം കാഹളം 1-ാമത്തെ അയ്യോ വെളിപ്പാട് പുസ്തകം 9:1 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ. 6-ാം കാഹളം അത് 2-ാമത്തെ അയ്യോ വെളിപ്പാട് പുസ്തകം 9:13 തൊട്ട് 21 വരെയും 11:14. അടുത്തത് 7-ാം കാഹളം 3-ാമത്തെ അയ്യോ വെളിപ്പാട് പുസ്തകം 11:15 മുതൽ. അടുത്തത് ഈ വാക്യത്തിൽ കാണുന്നത് ഭൂമിയിൽ വസിക്കുന്നവർ. വെളിപ്പാട് പുസ്തകത്തിൽ ഈ പ്രയോഗം സാധാരണയായി ദൈവത്തെ നിരസിച്ച് ലോകവ്യവസ്ഥയിൽ ആശ്രയിക്കുന്ന ആളുകളെ സൂചിപ്പിക്കുന്നു. അവർ മാനസാന്തരപ്പെടാതെ പാപത്തിൽ തുടരുന്നതിനാൽ ന്യായവിധി അവരുടെ മേൽ വരുന്നു. ഈ വാക്യത്തിൽ നിന്ന് സൂക്ഷ്മമായിട്ടുള്ള ആത്മീക സന്ദേശം ദൈവം ന്യായവിധി അയക്കുന്നതിന് മുമ്പേ മുന്നറിയിപ്പ് നൽകുന്നു. ചെറിയ മുന്നറിയിപ്പുകൾ അവഗണിച്ചാൽ കൂടുതൽ ഗുരുതരമായ ശിക്ഷകൾക്ക് വരാം. ദൈവത്തിൻ്റെ ക്ഷമ അനന്തമല്ല, അവൻ്റെ നീതിയും ന്യായവിധിയും യാഥാർത്ഥ്യമാണ്. ചുരുക്കത്തിൽ വെളിപ്പാട് പുസ്തകം 8:13 ഒരു വഴിത്തിരിവാണ്. ആദ്യ 4 കാഹളങ്ങളുടെ ന്യായവിധിയേക്കാൾ ഭയാനകമായ 3 ന്യായവിധികൾ ഇനി വരുവാനുണ്ട് എന്ന് ദൈവം കഴുകൻ അല്ലെങ്കിൽ ഒരു ദൂതൻ്റെ പ്രഖ്യാപനത്തിലൂടെ ലോകത്തിന് മുന്നറിയിപ്പ് നൽകുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നാളെ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.